കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കാൽനട തൂക്കുപാലങ്ങളിലൊന്നായ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് പെരിയാർ നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. കീരാമ്പാറ പഞ്ചായത്തിലെ ചാരുംപാറയെയും കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടി ഗ്രാമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്റെ ചരിത്രവും പ്രാധാന്യവും താഴെ പറയുന്നതാണ്. പാലം വരുന്നതിന് മുമ്പ് ഇഞ്ചത്തൊട്ടി നിവാസികളുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായിരുന്നുവെങ്കിലും ഒരു വശത്ത് പെരിയാർ നദിയും മറുവശത്ത് വനമേഖലയും കാരണം ഈ ഗ്രാമം ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ വള്ളങ്ങളെ മാത്രമായിരുന്നു ആശ്രയിക്കേണ്ടിയിരുന്നത്. മഴക്കാലത്ത് പെരിയാർ നിറഞ്ഞൊഴുകുമ്പോൾ വള്ളം യാത്ര കടുത്ത അപകടം ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർക്കായി ഒരു സ്ഥിരം യാത്രാമാർഗം എന്ന ആവശ്യം ശക്തമാവുന്നത്. നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യത്തിനൊടുവിൽ സർക്കാർ ഇവിടെ ഒരു തൂക്കുപാലം നിർമ്മിക്കുവാൻ അനുമതി നൽകി. കേരള സർക്കാർ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം 2012-ൽ ഈ പാലം പണിത് പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പാലം യാത്ര യാഥാർത്ഥ്യമായതോടെ ഇഞ്ചത്തൊട്ടി നിവാസികളുടെ യാത്രാക്ലേശങ്ങൾക്ക് വലിയൊരു പരിഹാരമാണ് ഉണ്ടായത്. ഏകദേശം 183 മീറ്റർ നീളവും 4 അടി വീതിയും ജലാശയത്തിൽ നിന്ന് ഏകദേശം 200 മീറ്ററോളം ഉയരത്തിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തുടക്കത്തിൽ പ്രദേശവാസികളുടെ യാത്രാ സൗകര്യത്തിനായി നിർമ്മിച്ച ഈ പാലം ഇന്ന് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിനും ഭൂതത്താൻകെട്ട് അണക്കെട്ടിനും സമീപത്തായതിനാൽ കാടും പുഴയും ചേരുന്ന അതിമനോഹരമായ കാഴ്ചയാണ് പാലത്തിൽ നിന്നും ലഭിക്കുന്നത്. നിരവധി സിനിമകൾ, മ്യൂസിക് ആൽബങ്ങൾ, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് ഈ പാലവും പരിസരവും വേദിയായി. കാറ്റത്ത് ചെറുതായി ആടിയുലയുന്ന പാലത്തിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത്. നിലവിൽ കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ് തുടങ്ങിയ വിനോദങ്ങളും ഇവിടെ ലഭ്യമാണ്. ഒരു നാട്ടിന്റെ ഒറ്റപ്പെടൽ മാറ്റുവാൻ സർക്കാർ നിർമ്മിച്ച ഈ പാലം ഇന്ന് ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഈ മനോഹരമായ സ്ഥലം കൂടി ഞങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങളുടെ സഹപാഠിയും ഫോറസ്റ്റ് ഓഫീസറുമായ നൂറുൽ ഹസൻ ആണ്. അദ്ദേഹത്തോട് ഞങ്ങൾ ഈ യാത്രയിൽ കടപ്പെട്ടിരിക്കുന്നു.